ഇന്ന് നമ്മൾ മലയാളം പള്ളിക്ക് പോകട്ടോ. മലയാളം പള്ളി ആയതുകൊണ്ടും അവിടെ വരുന്നത് മലയാളികളായതുകൊണ്ടും നമ്മൾ അത്യാവശ്യം വൃത്തിക്കും മെനക്കും ഫാഷനിലും പോകണം. അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും ദാരിദ്ര്യം പിടിച്ച് കിടക്കാന്ന് അവർ വിചാരിക്കും. മൊത്തത്തിൽ എനിക്കിപ്പോൾ ദാരിദ്ര്യമാണെന്ന നാട്ടിൽ പരക്കൊരു സംസാരം ഉണ്ട്. പക്ഷെ അതവിടെ ഇരിക്കട്ടെ. ഒരു ചേച്ചി എൻ്റെ അടുത്ത് കമൻറ്റിൽ പറഞ്ഞു, എൻ്റെ ഐലൈനറിൻ്റെ അകത്തൊന്നും ഒന്നുമില്ല, കൊച്ചിന് ശരിക്കും ദാരിദ്ര്യമെന്ന് തോന്നണേന്ന്. അതൊന്നും ഇല്ലാത്താൽ അത് കട്ട പിടിച്ചേക്കായിരുന്നു. അതിനകത്ത് കുറച്ച് വെള്ളം വെച്ചപ്പോൾ ശരിയായി. കണ്ടോ, കുട്ടുന്ന വരണേ. ഇപ്പോൾ ഇനിയിപ്പോൾ എന്തോരം ഒരുങ്ങിയിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ സ്വയം വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര അപ്ഡേറ്റഡ് ഫാഷനിസ്റ്റാണ്. എന്താ വെച്ചാൽ നമ്മുടെ ഫാഷനും ഇവരുടെ ഫാഷനും തമ്മിൽ ഒരു 20 കൊല്ലത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. നമ്മുടെ ഷാജിയേട്ടൻ പുതിയ ഫാഷനാന്ന് പറഞ്ഞ് നമുക്ക് തയ്ച്ചു തന്ന ഫുൾ സ്ലീവും ബട്ടണും കെട്ടും പൂട്ടും ഒക്കെ വെറുതെ ആയി. അപ്പം ഞാനിങ്ങനെ പള്ളിയിൽ പോവാ, മലയാളികളുടെ ഓഡിഷന് പോവാ, അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാന്ന് പറയുമ്പോൾ ആൾക്കാർ എൻ്റെ അടുത്ത് പറയും, അതേ ഇതിപ്പോൾ കുറേ ആൾക്കാരുണ്ടല്ലോ, പിന്നെ എന്ത് ആരും ഇല്ല എന്ന് പറയണേന്ന്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന എനിക്കറിയില്ല. നമ്മുടെ പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞൊരു ചായയൊക്കെ കുടിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് ഏകദേശം എൻ്റെ പ്രായം തോന്നണ കുറച്ച് പേരെ കണ്ടപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ വർത്താനം പറയാം. അപ്പോൾ ഒരുത്തും വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഓ ചേച്ചി ചായ ഭയങ്കര ചൂടാണല്ലോ. പറഞ്ഞു, അതെ, അല്ലെങ്കിലും ചൂടുള്ള ചായ ഊതി ദത്തനായിരുന്നു ദത്തന് ഇഷ്ടം. ചെക്ക എന്നോടൊന്നും തിരിച്ച് പറഞ്ഞില്ല. ഇത് അങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം എനിക്ക് സംശയം, ഇനി കേട്ടില്ലായിരിക്കും. ഒന്നുകൂടെ പറഞ്ഞു, അല്ല ഈ ചൂടുള്ള ചായ ഊതി കുടിക്കുന്നതാണ് ദത്തന് ഇഷ്ടം. അപ്പോൾ ഈ ചെറുക്ക ഇന്ന് ഇപ്പം തന്നെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഏത് ദത്തൻ, ആരുടെ ദത്തൻ, എവിടത്തെ ഹരികൃഷ്ണൻസ്, ഇവതൊന്നും കണ്ടിട്ടില്ല. ആകപ്പാട് അറിയാവുന്നത് ചേച്ചി ചായ ചൂട്. നിങ്ങൾ പറ, ഞാൻ എന്ത് ചെയ്യും? ഇനി എന്ത് ഞാൻ പറയും? നമുക്ക് പറയാനുള്ളത് ഉണക്കമീൻ വാങ്ങാൻ പോയപ്പോൾ വണ്ടി ഇടിച്ച് മരിച്ച അമ്മാവന്റെ മോള് മുത്തുലക്ഷ്മിയുടെ കഥ. അല്ലെങ്കിൽ മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. 17 തികയാത്ത പാൽക്കാരൻ പയ്യന്റെ കഥയും ഇതൊക്കെ നമുക്ക് പറയാനുള്ളൂ. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ തിരിച്ചിതിനൊരു കൗണ്ടർ പറയണ ഒരു മനുഷ്യനെ ഈ 1.5 കൊല്ലത്തിന്റെ ഉള്ളിൽ ഞാനിവിടെ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ ആലോചിക്കും, ഇതൊന്നും പറയാണ്ട് ദൈവമേ ഞാൻ ഇതൊക്കെ മറന്നു പോവോ, ഞാൻ ഇവരുടെയൊക്കെ പോലെ ആവോ. അങ്ങനെ പേടി വരുമ്പോൾ നമ്മുടെ കസിൻസിനെയോ ഫ്രണ്ട്സിനെയോ ഗ്രൂപ്പുകൾ വിളിച്ച് കുറേ നേരം ഇത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുക. അപ്പം ഇത്തിരി ആശ്വാസമായിരിക്കും. ഇതപ്പോൾ വലിയ കാര്യം, ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വേണം ജീവിക്കാൻ.